നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പിനകത്ത് അടിപൊളി ഫീച്ചർ എത്തിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫീച്ചറുകൾ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിലൊക്കെ വന്നിരുന്നു ഗൂഗിൾ മാപ്പ് പുതിയ അപ്ഡേറ്റുമായി വന്നിട്ടുണ്ട്. വളരെ മികച്ച, നമുക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഫീച്ചറാണ് വന്നിരിക്കുന്നത്. എന്താണ് നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ മാപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ഉപകാരപ്പെട്ടൊരു ഫീച്ചർ ആദ്യമായിട്ടാണ് ഗൂഗിൾ മാപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. 150ഓളം രാജ്യങ്ങളിൽ ഗൂഗിൾ മാപ്പ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യ അടക്കം 150 രാജ്യങ്ങളിലാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്കൊക്കെ ഇത് കിട്ടുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഗൂഗിൾ മാപ്പ് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്, നമുക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ അവിടെ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാനുള്ള സൗകര്യം. അതായത് നമുക്ക് നേരത്തെ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. ഹോട്ടലുകളിൽ നിന്ന്, റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റുകൾ കണ്ടെത്താനും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് ആവശ്യപ്പെട്ട് തൊട്ടടുത്ത് എവിടെയാണോ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് എവിടെയാണോ ഹോട്ടലുള്ളതെന്നും ആ ഹോട്ടലിൽ എന്തൊക്കെ ഭക്ഷണം കിട്ടുന്നു, ആ ഹോട്ടലിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ കാണാനും ഓർഡർ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന സൗകര്യം ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്, പ്രധാനമായിട്ടും നമ്മൾ ദൂരയാത്രയിലൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നുകയാണെന്നെങ്കിൽ തൊട്ട് പരിസരത്ത് എവിടെയെങ്കിലും ഹോട്ടലുകൾ ബുക്കിംഗ് ചെയ്യാനുണ്ടോ എന്നും ആ ഹോട്ടലുകളിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. വൈഫൈ സൗകര്യവും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും മാത്രമല്ല നമുക്കതിനകത്ത് എത്രയാണ് ചാർജ് വരുന്നതെന്നും ഫാമിലിക്കും സിംഗിളിനും അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെയുള്ള റൂമുകൾ കണ്ടെത്താനൊക്കെ സാധിക്കുന്ന സൗകര്യം ഗൂഗിൾ മാപ്പിന് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ അപ്ഡേറ്റിലാണ് നമുക്ക് ഈ ഒട്ടനേകം ഫീച്ചറുകൾ ഗൂഗിൾ മാപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കൂടി ഗൂഗിൾ മാപ്പിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ യാത്ര പോകുന്ന സമയത്ത്, നമ്മൾ വാഹനത്തിലൊക്കെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പം തൊട്ടടുത്തെവിടെയെങ്കിലും ഫെസ്റ്റിവലുകൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. എന്തെങ്കിലും സംഗീത പരിപാടികൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചു തരും. ഇന്ന തൊട്ടടുത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വാഹനം കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഫെസ്റ്റിവലുകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഗൂഗിൾ മാപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഗൂഗിൾ മാപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് ആസ്ക് മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഗൂഗിൾ മാപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഫീച്ചർ. ആസ്ക് മാപ്പ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. താഴെ നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ഇവിടെ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് നമുക്ക് എവിടെയെങ്കിലും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ് ആവശ്യമുള്ളതുണ്ടെങ്കിൽ നമുക്കത് ചോദിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സമയം രാത്രി 2 മണിയാണ്. ഈ സമയത്ത് ഹോട്ടലുകളൊന്നും വർക്ക് ചെയ്യില്ല. പക്ഷേ നമുക്ക് തൊട്ടടുത്ത് കിട്ടുന്ന, നമുക്ക് മലയാളത്തിൽ തന്നെ ചോദിക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളം, ഹിന്ദി അടക്കമുള്ള, ഇംഗ്ലീഷ് അടക്കമുള്ള എല്ലാ ലാംഗ്വേജുകളിലും ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഷവർമ്മ കിട്ടാനുള്ള സ്ഥലമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷവർമ്മ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തൊട്ടടുത്തുള്ള ഷവർമ്മയുള്ള സ്ഥലം കാണിച്ചു തരും. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് കാണാം. രാത്രി 2 മണിയാണ് ഇപ്പോൾ സമയം. തൊട്ടടുത്തുള്ള ഷവർമ്മ കിട്ടുന്ന ഹോട്ടലുകൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതിനകത്തുള്ള റേറ്റ് അടക്കം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹോട്ടലുകൾ, ബ്രോസ്റ്റ് സൗകര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, എൻ്റെ സ്ഥലം മുണ്ടക്കുളമാണ്. തൊട്ടടുത്ത് കൊണ്ടോട്ടി പരിസരത്ത് കിട്ടുന്ന ഒട്ടുമിക്ക ഭക്ഷണങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. ഷവർമ അടക്കം കിട്ടുന്ന മറ്റു ഭക്ഷണങ്ങളൊക്കെ കാണിക്കും. അതിനകത്ത് മൊത്തം ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏത് ഹോട്ടലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ ഹോട്ടലിനകത്ത് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ഡയറക്ഷൻ കിട്ടും. നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഓർഡറുകൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എല്ലാം ഇതിനകത്ത് നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിൽ തന്നെ നമുക്ക് സൗകര്യമുണ്ട്. ഇനി സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വെറുതെ ഫോണിൻ്റെ സ്റ്റോറേജ് കളയേണ്ട, ഗൂഗിൾ മാപ്പ് കയ്യിലുണ്ടായാൽ മതി ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആസ്ക് മാപ്പ് എന്നുള്ളിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ റൂം ഉണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെ ഹോട്ടൽ റൂം എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ റൂം കിട്ടാനുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ബഡ്ജറ്റായിട്ടുള്ള റൂമുണ്ടെന്നും അതിൻ്റെ സൗകര്യങ്ങളും ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും. 2 പേർക്ക് താമസിക്കാനുള്ളതും തൊട്ടടുത്തുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട്, വൈഫൈ സൗകര്യം, അതുപോലെ തന്നെ ഒരു ദിവസം രാത്രിക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓർഡർ ചെയ്യാനും കോൺടാക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. യോയോ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ റൂം സെർച്ച് ചെയ്യുന്നതിന് പകരം ഗൂഗിൾ മാപ്പിലൂടെ ഇത്തരത്തിൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് യാത്ര പോകുന്ന വഴികളിൽ എന്തെങ്കിലും
ഫെസ്റ്റിവലുകളുണ്ടെങ്കിൽ വളരെ നേരത്തെ അത് കണ്ടെത്താനും അത് കാണിച്ചു തരികയും ചെയ്യും. ഇത്തരം ഒട്ടേകം ഫീച്ചറുകളാണ് ഗൂഗിൾ മാപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഗൂഗിൾ മാപ്പ് മതി. ഈ പറയപ്പെട്ട ആവശ്യങ്ങൾക്കൊക്കെ മറ്റ് ആപ്പുകളുടെ ആവശ്യം ഇനിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.